Hi students, welcome to the 8th session of the topic matrices. In this topic, we will discuss the elementary transformation of a matrix and inverse of a matrix. Let's go to the topic. What is meant by invertible matrix? Invertible functions ne kurichu nammal padichittundu first topic il. What is invertible matrix? See, if A is a square matrix of order n, then there exists another square matrix of the same order B such that A into B equal to B into A equal to identity matrix. A ഒരു square matrix ആണ്, B യും ഒരു square matrix ആണ്, same order, such that A into B ആയാലും B into A ആയാലും രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. ജനറലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, ബട്ട് in this case A B equal to B A equal to identity matrix ആണെങ്കിൽ B is called the inverse of A, denoted by A inverse like this. Okay, ഇതേ ഡെഫിനേഷനാണ്, ഇതുപോലുള്ള ഡെഫിനേഷനാണ് നമ്മൾ ഫംഗ്ഷനിലും പഠിച്ചിരിക്കുന്നത്, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസിൽ. ഓക്കെ, സി ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത്, a rectangular matrix does not possess inverse matrix, since for the product BA and AB to be defined and to be equal, it is necessary that matrices A and B should be square matrices of the same order. നേരത്തെ കണ്ടു നമ്മൾ, എല്ലാ മെട്രിക്സിനും ഇൻവേഴ്സ് കിട്ടില്ല. ഇവിടെ എ ബിയും ബി എയും ഡിഫൈൻഡ് ആവുകയും രണ്ടും ഒരേ ഓർഡറിലുമാണ്, മാത്രമല്ല രണ്ടും ഈക്വൽ ആവുകയും ചെയ്യണം. അപ്പോൾ സാധ്യതയുള്ളത് the matrix A and B should be square matrix of the same order ആയിരിക്കും. ഓക്കെ, വേറൊന്ന്, B is the inverse of A ആണെങ്കിൽ ഡെഫിനറ്റ്ലി A is the inverse of B ആയിരിക്കും. ഓക്കെ, ഓർത്തിരിക്കാം. യെസ്, ഒരു റിസൾട്ട്, if A and B are invertible matrices of the same order, then AB whole inverse equal to B inverse into A inverse. അതായത് എ ബിയുടെ ഇൻവേഴ്സ് ആണ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എ ബിയുടെ ഇൻവേഴ്സ് ആണ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ടു പ്രൂവ് ദി ഇൻവേഴ്സ് ഓഫ് എ ബി ഈസ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് പറഞ്ഞു. ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് ഇത്. അപ്പം എന്താ ഇൻവേഴ്സിൻ്റെ ഡെഫിനേഷൻ? ബി എന്നത് എൻ്റെ ഇൻവേഴ്സ് ആണെങ്കിൽ എ ഇൻറ്റു ബി ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. അപ്പം പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, എ ബിയുടെ ഇൻവേഴ്സ് ആണ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഓക്കെ, സോ ക്ലിയർലി വി ഹാവ് എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണല്ലോ. എ ബിയുടെ ഇൻവേഴ്സ് ആണ് എ ബി ഓൾ ഇൻവേഴ്സ്, മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. ഓക്കെ, ദെൻ ഒരു എ ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഓൺ ബോത്ത് സൈഡ്സ്. എ ഇൻവേഴ്സ് എ ബി ഇൻറ്റു എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് ഈ എ ഇൻവേഴ്സും എയും ഗ്രൂപ്പ് ചെയ്യുന്നു, അസോസിയേറ്റീവ് ആണ്. എ ഇൻവേഴ്സ് ഓഫ് എ ഇൻറ്റു ബി ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് എ ഇൻവേഴ്സ് തന്നെയാണ്. ഓക്കെ, വാട്ട് ഈസ് എ ഇൻവേഴ്സ് ഇൻറ്റു എ? ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇൻറ്റു ബി ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ ഇതുപോലെ ഒരു ബി ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, ദെൻ ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഒരു ബി ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, നൗ ഗ്രൂപ്പ് ബി ഇൻവേഴ്സ് ആൻഡ് ബി ഇൻവേഴ്സും ബി ഒന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു, ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. വാട്ട് ഈസ് ബി ഇൻവേഴ്സ് ഇൻറ്റു ബി? ബിയുടെ ഇൻവേഴ്സ് ആണ് ബി ഇൻവേഴ്സ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. Into AB whole inverse equal to B inverse into A inverse. That is AB whole inverse equal to B inverse into A inverse. It's a reversal law of inverse. Okay. ഇതുപോലെ ഫങ്ഷൻസിലും ഇത് തന്നെയാണ്. എഫ് കോമ്പോസിഷൻ ജി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, റിസൾട്ട് ഓർത്തിരിക്കാം. യെസ്, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മളെ ടോപ്പിക്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു സെക്ഷൻ കൂടിയാണ്, എലമെൻ്ററി ഓപ്പറേഷൻ. ആൻഡ് വാട്ട് ഈസ് എലമെൻ്ററി ഓപ്പറേഷൻ? ശ്രദ്ധിച്ചോളൂ.
There are three types of row operations and there are three types of column operations too. ഇത് മൂന്ന് തരത്തിലുള്ള ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ എന്താണെന്ന് ശരിക്കും ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, ഇത് റോയിലും ചെയ്യാം കോളത്തിലും ചെയ്യാം. ഓക്കെ, ബട്ട് നോട്ട് ബോത്ത് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ഇൻ്റർചേഞ്ചിങ് റോ ഓപ്പറേഷൻ ആണെങ്കിൽ ഇൻ്റർചേഞ്ചിങ് എനി ടു റോസ് or interchanging any two columns. So interchanging ith and jth row is denoted by like this. Ri interchanges to Rj. Column case ആണെങ്കിൽ interchanging ith and jth column. So Ci interchanges to Cj. അപ്പോൾ നമുക്ക് എലമെൻ്ററി ഓപ്പറേഷനിൽ രണ്ട് റോ ഇൻ്റർചേഞ്ച് ചെയ്യാം. ദെൻ വി ഗെറ്റ് എ ന്യൂ മെട്രിക്സ്. അതുപോലെ രണ്ട് കോളം വേണമെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. അതുപോലെ പുതിയൊരു മെട്രിക്സ് കിട്ടും. ഒരു എക്സാമ്പിൾ നോക്കും. ഇറ്റ്സ് മെട്രിക്സ് 1 0 2 4 2 -1 -3 8 -2. ഞാനിവിടെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. അതായത് റോ 2ഉം റോ 3ഉം ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാണ്. ഇത് എലമെൻ്ററി ഓപ്പറേഷൻ്റെ ഒന്നാമത്തെ ഒരു ഓപ്പറേഷനാണ്, ഇൻ്റർചേഞ്ചിങ് എനി ടു റോസ് എന്ന് പറയുന്നത്. ഞാൻ R2ഉം R3ഉം ഇൻ്റർചേഞ്ച് ചെയ്യാണ്. ദിസ് ഈസ് R2 ആൻഡ് ദിസ് ഈസ് R3. ഓക്കെ, സീ ദിസ്. റോ 2ഉം റോ 3ഉം ഇൻ്റർചേഞ്ച് ആയില്ലേ നോക്കിയേ. 4 2 -1 സെക്കൻഡ് റോ ആയിരുന്നു, ഇവിടെ ഇത് തേർഡ് റോ ആയി. തേർഡ് റോ -3 8 -2 ആയിരുന്നു, അത് സെക്കൻഡ് റോ ആയി. റോ 2ഉം റോ 3ഉം ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ വൺ മോർ എക്സാമ്പിൾ. കോളം 1 ഇൻ്റർചേഞ്ചസ് ടു കോളം 3. കോളം 1ഉം കോളം 3ഉം ഞാനിവിടെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. സീ ദിസ്, നോക്കിക്കോളൂ. കോളം 1ൽ 1 4 -3 ആയിരുന്നു, അത് കോളം 3 ആയിട്ടുണ്ട്. അതുപോലെ കോളം 3ൽ 2 -1 -2 ആയിരുന്നു, അത് ഫസ്റ്റ് കോളം ആയിട്ടുണ്ട്. ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യാം. അതാണ് ഒന്നാമത്തെ എലമെൻ്ററി ഓപ്പറേഷൻ. ആൻഡ് ദ സെക്കൻഡ് വൺ, ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് എനി റോ ഓർ എനി കോളം ബൈ എ നോൺ സീറോ നമ്പർ. ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് ഒരു റോനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു കോളത്തിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. സി, അതിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്. ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ith റോ ബൈ സം കോൺസ്റ്റന്റ് ലാംഡ. ലാംഡ നോട്ട് ഈക്വൽ ടു 0. ലാംഡ Ri ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ith കോളം ബൈ ലാംഡ ഇസ് ലാംഡ Ci ലൈക്ക് ദാറ്റ്. ഒരു എക്സാമ്പിൾ നോക്കൂ. മെട്രിക്സ്, ഞാനിതിനെ R2 ചേഞ്ചസ് ടു 1/2 R2. R2 സെക്കൻഡ് റോയെ ഞാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ റോ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യും. അതിനെ ഒരു പുതിയൊരു മെട്രിക്സ് ആയിട്ട് കിട്ടും. സീ ദിസ്, കണ്ടില്ലേ? റോ 2 മാറിയത് കണ്ടോ? 4 2 -1 ആയിരുന്നു, ഇതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 × 4 2, 1/2 × 2 1, 1/2 × -1 -1/2. ഓക്കെ, ഇതാണ് ഇവിടെ എലമെൻ്ററി ഓപ്പറേഷനിൽ രണ്ടാമത്തത്. ഓക്കെ, അതുപോലെ കോളത്തിലും കോളം 3 ചേഞ്ചസ് ടു 2 × കോളം 3. ഞാൻ ആ കോളം 3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഇവിടെ. സീ ദിസ്, കോളം 3 ശ്രദ്ധിച്ചോ? ഇതാണ് കോളം 3. 2 -1 -2, അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4 -2 ആൻഡ് -4. ഓക്കെ, ഇത് സെക്കൻഡ് ഓപ്പറേഷൻ. ഇങ്ങനെയൊക്കെ നമുക്ക് എലമെൻ്ററി ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് തേർഡ് ഓപ്പറേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ദ അഡീഷൻ to the elements of any row or column, the corresponding elements of any other row multiplied by a non-zero number. അതായത് ഒരു റോ ചേഞ്ച് ചെയ്യുന്നത് ആ റോൻ്റെ കൂടെ മറ്റേതെങ്കിലും റോയിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുമായിട്ട് ആഡ് ചെയ്യാം. അതുപോലെ കോളം, ഏതെങ്കിലും ഒരു കോളം ചേഞ്ച് ചെയ്യുന്നത് ആ കോളത്തിൻ്റെ കൂടെ മറ്റേതെങ്കിലും ഒരു കോളത്തിലെ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുമായിട്ട് ആഡ് ചെയ്യാം. ദാറ്റ് ഇസ് എ മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻ്റ് ആഡിങ് ith റോ ടു ദി കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് jth കോളം മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻ്റ്. അതായത് ith റോ ചേഞ്ച് ചെയ്യാണ്, ith റോൻ്റെ കൂടെ jth റോൻ്റെ കൂടെ ലാംഡ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. ith റോ പ്ലസ് ലാംഡ ഇൻറ്റു jth റോ. jth റോൻ്റെ കൂടെ ലാംഡ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ith റോ ആയിട്ട് ആഡ് ചെയ്യുന്നു. അതാണ് ith റോ ചേഞ്ച് ആവുന്നത്. ഇതുപോലെ വരുന്ന ഒരു കോളം ഓപ്പറേഷൻ, ith കോളം
ith കോളത്തിൻ്റെ കൂടെ jth കോളം മുഴുവൻ ലാംഡ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഇതുമായിട്ട് ആഡ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് ശ്രദ്ധിക്കാം, ഈസി ആയിട്ട് മനസ്സിലാവും. ഇതാണ് മെട്രിക്സ്. ഞാൻ ഓപ്പറേഷൻ എടുക്കുന്നത് R2 ചേഞ്ചസ് ടു R2 പ്ലസ് -4 R1 എന്നാണ്. ഇത്തരം ഓപ്പറേഷൻ എടുക്കുന്നതിന് പ്രത്യേകമുണ്ട്. നമ്മളങ്ങനെ ചെയ്യാൻ പോകുന്നതിന് ഇത്തരം എലമെൻ്റൊക്കെ 0 ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, ഇതിപ്പോൾ 0 ആക്കണമെങ്കിൽ ഇവിടെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് നോക്കിക്കോണം. R2 gives R2 പ്ലസ് -4 R1. അതായത് റോ 1നെ -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതുമായിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇവിടെ -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 -4 4 പ്ലസ് -4 0 എന്ന് വരും. അങ്ങനെ ഓക്കെ. അപ്പോൾ R2 മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ, R1ഉം R3യും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ R2 ഈ എലമെൻ്റ് എങ്ങനെ ചേഞ്ച് ആവാം? ഒന്ന് നോക്കിക്കോളൂ. ഈ ഓപ്പറേഷൻ വെച്ചുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നോക്കിക്കോളൂ. ഇതാണ് R2 ചേഞ്ച് ചെയ്യുന്ന കണ്ടോളൂ. R2 ചേഞ്ചസ് ടു R2 പ്ലസ് -4 R1. അപ്പോൾ R2 ഓൾറെഡി ഉള്ളത് 4 to -1 ആണ്. 4 to -1 ഇതാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് R2 പ്ലസ് -4 R1. ഇതാ R2 എലമെൻറ്റ് 4 to -1. R1 ഇതാ 102. അതായത് 4 പ്ലസ് -4 ഇൻറ്റു 1 ദാറ്റ് ഈസ് 0. 2 പ്ലസ് -4 ഇൻറ്റു 0 ദാറ്റ് ഈസ് 2. -1 പ്ലസ് -4 ഇൻറ്റു 2 ദാറ്റ് ഈസ് -9. ഓക്കെ, അതാണ് ഇവിടെ വരിക. 0 to -9, 0 to -9. റെഡി? യെസ്. ഇതുപോലെ ഒരു കോളം ഓപ്പറേഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കോളം 3 gives, കോളം 3 ചേഞ്ചസ് ടു കോളം 3 പ്ലസ് -2 ഇൻറ്റു കോളം 1. അതായത് കോളം 3 ഞാൻ ചേഞ്ച് ചെയ്യുന്നു, കോളം 1നോട് കൂടി -2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് 0. ഓക്കെ അല്ലേ? ഇത് ഓപ്പറേഷൻ ഒന്ന് ശ്രദ്ധിച്ചോ. ഞാൻ കോളം 3 ആണ് ചേഞ്ച് ചെയ്യുന്നത്, കോളം 3. അപ്പോൾ കോളം 1ഉം കോളം 2 അതുപോലെ ഉണ്ടാവും. കോളം 3 കണ്ടോളൂ. ഇതാ കോളം 3 ചേഞ്ചസ് ടു കോളം 3 പ്ലസ് -2 ഇൻറ്റു കോളം 1. കോളം 3 2 -1 -2 ആണ്. ഇതാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് കോളം 3ൻ്റെ കൂടെ പ്ലസ് -2 ഇൻറ്റു കോളം 1. കോളം 1 1 4 -3 ഇല്ലേ? അപ്പം എന്ത് വരും? 2 ചേഞ്ചസ് ടു 2 പ്ലസ് -2 ഇൻറ്റു 1. അതാണ് ഓപ്പറേഷൻ. ദാറ്റ് ഈസ് 0. അത് അതുപോലെ -1 പ്ലസ് -2 ഇൻറ്റു 4 ദാറ്റ് ഈസ് -9. ഇനി -2 ചേഞ്ച് ആവുന്ന നോക്കിക്കോളൂ. ഇവിടെ -2 പ്ലസ് ഇവിടെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, -2 ഇൻറ്റു -3 4 ലൈക്ക് ദിസ്. അപ്പോൾ 2 -1 -2 എന്നുള്ള ഈ കോളം എന്തായിട്ട് മാറും? 0 -9 4 ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ദിസ് ഓപ്പറേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു കോളം അല്ലെങ്കിൽ ഒരു റോ ചേഞ്ച് ചെയ്യുമ്പോൾ ആ റോൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ വേണം. ഇപ്പം റോ 2 ചേഞ്ചസ് ടു റോ 2 പ്ലസ് അല്ലെങ്കിൽ റോ 2 മൈനസ്. കോളം 3 ചേഞ്ചസ് ടു കോളം 3 പ്ലസ് ഓർ കോളം 3 മൈനസ്. ആ കോളം അല്ലെങ്കിൽ റോ ചേഞ്ച് ചെയ്യാൻ അതേ കറസ്പോണ്ടിങ് റോ അതുമായിട്ട് തന്നെ ആഡ് ചെയ്യണം ടു ദി മൾട്ടിപ്പിൾസ് ഓഫ് എനി അതർ റോ ഓർ കോളം ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇതാണ് 3 ഓപ്പറേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ശ്രദ്ധിക്കുക. ഇപ്പം എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ എലമെൻ്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതെന്നാണ് അടുത്തത്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻ. ശ്രദ്ധിക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ. Let X, A and B be the matrices of the same order such that X equal to AB. In order to apply a sequence of elementary row operation on the matrix X equal to AB, we will apply this row operation simultaneously on X and on the first matrix A of the product AB on RHS. ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ, ഞാൻ ഈ ഇക്വേഷനിൽ ഇപ്പോൾ നമ്മൾ എലമെൻ്ററി ഓപ്പറേഷൻസ് കണ്ടു. ഈ ഓപ്പറേഷൻസ് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? ഒരു മെട്രിക്സിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആ മെട്രിക്സിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഉണ്ട്. ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ X equal to AB ഈ ഇക്വേഷൻ കാണുക. ഇവിടെ ഞാൻ റോ ഓപ്പറേഷൻ ഉപയോഗിക്കുമ്പോൾ
ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റോ ഓപ്പറേഷൻ ഉപയോഗിക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉപയോഗിക്കണം. എങ്കിലേ അടുത്ത ദിസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എക്സൽ റോ ഓപ്പറേഷൻസ് ഉപയോഗിക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് മെട്രിക്സിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പ്രോഡക്റ്റ് എ ബിയിൽ ശരിക്കും പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്? എൻ്റെ റോസ് ബിൻ്റെ കോളം, അതാണ് കാൽക്കുലേഷൻ. ഫസ്റ്റ് റോ ഇവിടെ ഫസ്റ്റ് കോളം, ബിയുടെ സെക്കൻഡ് കോളം ലൈക്ക് ദാറ്റ്. ദെൻ എയുടെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ രീതി ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ റോ ഉപയോഗിക്കുന്നത് എയിലാണ് അല്ലേ? ആ ചേഞ്ചസ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ എക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അത് എ എന്ന മെട്രിക്സിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ, എയിൽ മാത്രം റോ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ. ആൻഡ് ബി ഈസ് ട്രീറ്റഡ് ആസ് എ ഡമ്മി. Okay. Similarly, in order to apply a sequence of elementary column operation on the matrix x equal to AB, we will apply this operation simultaneously on x and on the second matrix B of the product AB. അതായത് x equal to AB എന്ന ഇക്വേഷനിൽ നമ്മൾ എലമെൻ്ററി കോളം ഓപ്പറേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എക്സിൽ കോളം ഓപ്പറേഷൻ ഉപയോഗിക്കുമ്പോൾ അത് ബിയിലാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉപയോഗിക്കുക. കോളം ഓപ്പറേഷൻസ് സീക്വൻസ് ഓഫ് കോളം ഓപ്പറേഷൻ എക്സിൽ ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ സെക്കൻഡ് മെട്രിക്സിലാണ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ബിയുടെ കോളംസിനെയാണ്. അപ്പോൾ കോളംസിലാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇങ്ങനൊരു ഇക്വേഷനിൽ രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എക്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ റോ ഓപ്പറേഷൻ ഉപയോഗിക്കുമ്പോൾ അത് എക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് മെട്രിക്സിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. കോളം ഓപ്പറേഷൻ ആണെങ്കിൽ എക്സിൽ കോളം ഓപ്പറേഷൻ ഉപയോഗിക്കുമ്പോൾ അത് സെക്കൻഡ് മെട്രിക്സിലാണ് ചെയ്യേണ്ടത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതൊന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ഇൻ ഓർഡർ ടു ഫൈൻഡ് എ ഇൻവേഴ്സ് റോ ഓപ്പറേഷനാണ് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. നമ്മളിവിടെ ചെയ്യുന്നത്, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യൂസ് ചെയ്യുന്നത് എ ഈക്വൽ ടു ഐ എ എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഐ മീൻസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു എ തന്നെയാണ്. ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. റോ ഓപ്പറേഷൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഇവിടെ എയിൽ ഉപയോഗിക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് മെട്രിക്സിൽ മാത്രമേ യൂസ് ചെയ്യാവൂ, ഐയിൽ. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്? ഇവിടെ ഐയിൽ മാത്രമാണ് ഉപയോഗിക്കുക. എ ഈസ് ട്രീറ്റഡ് ആസ് ഡമ്മി. ആൻഡ് സീക്വൻസ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടുന്നത് എ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. നമുക്ക് പ്രോബ്ലത്തിൽ കാണാം. കറസ്പോണ്ടിങ് ആയിട്ട് ഐ എന്ന മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ആ പോർഷനിൽ അത് ചേഞ്ച് ചെയ്തിട്ട് തികച്ചും വ്യത്യസ്തമായ ഒരു മെട്രിക്സിലോട്ട് അത് കൺവേർട്ട് ആവും, ബി എന്ന മെട്രിക്സിലേക്ക്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഐ ഈക്വൽ ടു ബി എന്നാണ്. ഡെഫിനിഷനിൽ കണ്ടു ഐ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ് ബി? ഇറ്റ് ഈസ് എ ഇൻവേഴ്സ്. ഇതുപോലെ എലമെൻ്ററി കോളം ഓപ്പറേഷൻ ആണെങ്കിൽ വി ക്യാൻ യൂസ് ദി ഇക്വേഷൻ എ ഈക്വൽ ടു എ ഐ. കോളം ഓപ്പറേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉപയോഗിക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എവിടെ ഉപയോഗിക്കും? പറഞ്ഞിരുന്നു സെക്കൻഡ് മെട്രിക്സിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ദാറ്റ് ഇസ് ഓൺ ഐ. ഓക്കെ, അപ്ലൈയിങ് സീക്വൻസ് ഓഫ് കോളം ഓപ്പറേഷൻ ഐ ഈക്വൽ ടു എ എന്നുള്ളത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതെന്താണെന്ന് പറയാം. എ തന്നെയാണ്, ഇറ്റ്സ് ട്രീറ്റഡ് ആസ് ഡമ്മി. ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് തികച്ചും വ്യത്യസ്തമായ ഒരു മെട്രിക്സിൽ കൺവേർട്ട് ആവും. ദാറ്റ് ഇസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ബി. സോ ഐ ഈക്വൽ ടു എ ബി എന്ന് കിട്ടും. സോ ബി ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ റോ ഓപ്പറേഷൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം അതേപോലെ കോളം ഓപ്പറേഷൻ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി ഇവിടെ പറയുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ. നമുക്ക് മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എലമെൻറ്റ്സ് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഈക്വൽ ടു ഐഡൻറ്റിറ്റി, ഞാൻ 3/3 ആണ് പറഞ്ഞത്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു എ. അപ്പോൾ റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിലാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കണ്ടോളൂ, സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിലോട്ട് മാറ്റുന്നു. കറസ്പോണ്ടിങ് ചേഞ്ചസ് ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിങ്ങനെയാണ്, നോക്കിക്കോളൂ. ആദ്യം ചെയ്യുന്നത് എലമെൻ്റ് റോ ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട്, 3 ഓപ്പറേഷൻ പറഞ്ഞല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റ് മാറ്റുകയാണ്. അത്
എന്ത് എലമെൻ്റ് ആണെങ്കിൽ തന്നെ നമുക്കത് 1 ആക്കി മാറ്റിയേ പറ്റൂ. 1 എന്ന് പറയുന്ന എലമെൻ്റ് അത് 1 ആക്കുമ്പോഴേ നമുക്ക് ഈ കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യണം. അത് റൈറ്റ് ഹാൻഡ് സൈഡിലും ആ മെട്രിക്സ് അപ്പോഴും മാറിയിട്ടുണ്ടാവും. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നുള്ളത് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് കോളത്തിൽ 1 ആയി കഴിഞ്ഞാൽ റോ ഓപ്പറേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ 1 കിടക്കുന്ന കോളം മുഴുവൻ സീറോസ് ആക്കുകയാണ് വേണ്ടത്. അതാണല്ലോ ഐഡൻറ്റിറ്റി മെട്രിക്സ് യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻ. ഇത് രണ്ടും സീറോ ആക്കി മാറ്റുന്നു. ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ആദ്യം ഫസ്റ്റ് കോളത്തിൽ 1, അടുത്ത് സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ് 1 ആക്കി മാറ്റുന്നു. ഓക്കെ, ദെൻ ഇത് യൂസ് ചെയ്തുകൊണ്ട് ബാക്കി ആ കോളത്തിലുള്ള ബാക്കി 2 എലമെൻറ്റും സീറോ ആക്കി മാറ്റുന്നു. എലമെൻ്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് സീറോ ആക്കി മാറ്റുന്നു. അത് ഈ റോ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എക്സാമ്പിൾ കാണാം നമുക്ക്. അടുത്ത സ്റ്റേജ് തേർഡ് റോ തേർഡ് കോളത്തിൽ എലമെൻറ്റ് നമ്മൾ 1 ആക്കി മാറ്റുന്നു. കറസ്പോണ്ടിങ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതേ ചേഞ്ച് സംഭവിക്കും. 1 ഇത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ കോളത്തിലുള്ള ബാക്കി 2 എലമെൻറ്റും സീറോസ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇവിടെ കിട്ടി. കറസ്പോണ്ടിങ് ഈ ഓപ്പറേഷൻ മുഴുവൻ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ മെട്രിക്സ് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ആവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ I = AB എന്ന് പറയുന്ന മെട്രിക്സ്. ഇതുപോലെ കോളം ട്രാൻസ്ഫോർമേഷൻ അല്ലേ, A = AI എന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ചെയ്യാം. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. എ ഇവിടെ ഡമ്മി ആയിട്ട് എടുത്തിരിക്കുന്നു, ഒന്നും ചെയ്യണമെന്നില്ല. അത് ഇവിടെയും ആദ്യം ചെയ്യേണ്ട എന്താണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് 1 ആക്കുന്നു. 1 ആക്കുമ്പോൾ തന്നെ ഇവിടെ ചേഞ്ച് വന്നു. ഓക്കെ, ഇനി വേണ്ടത് കോളം ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് 1 ആയി കഴിഞ്ഞാൽ ആ റോയിലുള്ള ബാക്കി എലമെൻറ്റ് സീറോസ് ആക്കുക എന്നുള്ളതാണ്. റോയിലുള്ള എലമെൻറ്റ് സീറോ ആക്കുക എന്നുള്ളത്. റോ ട്രാൻസ്ഫോർമേഷനിൽ കോളത്തിലുള്ള എലമെൻ്റാണ് സീറോ ആക്കുക. കോളം ട്രാൻസ്ഫോർമേഷനിൽ റോയിലുള്ള എലമെൻ്റാണ് സീറോ ആക്കുക. അടുത്ത് സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ് 1 ആക്കി മാറ്റുന്നു. ആ റോയിലുള്ള ബാക്കി സീറോസ് ആക്കി മാറ്റുന്നു. തേർഡ് റോ തേർഡ് കോളത്തിലെ എലമെൻറ്റ് 1 ആക്കുന്നു. ആ റോയിലുള്ള ബാക്കി എലമെൻറ്റ് സീറോസ് ആക്കി മാറ്റുന്നു. കറസ്പോണ്ടിങ് ചേഞ്ചസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതാണ് ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ ഞാൻ ആ പ്രോസസ്സ് ഒന്ന് ഈ പ്രോബ്ലത്തിലൊന്ന് കാണിക്കുകയാണ്. ഡീറ്റെയിൽ പറയാം, ശ്രദ്ധിക്കൂ. എലമെൻ്ററി റോ ഓപ്പറേഷൻ 5 to 2 1. We have A = IA. That is matrix 5 to 2 1 = 1 0 0 1 A. ഇതാണ് A = IA എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻസ് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. നോക്കണം. ആദ്യം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റ് 5 ആണ് അല്ലേ? ഇത് 1 ആക്കണം. 1 ആക്കണമെങ്കിൽ ഈ റോനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ പറ്റൂ, എങ്കിലേ 1 ആവുള്ളൂ. ഇതിന് ഫസ്റ്റ് റോനെ ദാറ്റ് ഈസ് ഓപ്പറേഷൻ R1 gives R1 into 1/5. R1 into 1/5. ഇതിനെ കംപ്ലീറ്റ് 1/5 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് വരും? ഇതാ, ദിസ് 5 become 5 into 1/5 1. This 2 become 2 into 1/5 2/5. Then this 1 become 1 into 1/5 1/5. And 0 become 0 into 1/5 0. അപ്പോൾ ഈ 5 2 1 0 എന്ന് പറയുന്ന ഈ ഫസ്റ്റ് റോ 2 സൈഡിലും കൂടി കംപ്ലീറ്റ് ഈ എലമെൻ്റ് ആയിട്ട് കൺവേർട്ട് ആവും. 1 അല്ലേ, 1 2/5 1/5 ആൻഡ് 0. കണ്ടില്ലേ? അങ്ങനെ കൺവേർട്ടായി മാറി. റെഡി? ഇനി എന്താണ് ചെയ്യേണ്ടത്? 1 ആയി കഴിഞ്ഞാൽ ആ കോളത്തിലുള്ള എലമെൻറ്റ് 0 ആക്കുക എന്നുള്ളതാണ്. ദാ ഈ എലമെൻറ്റ് 2 കാണുന്നിടത്ത് ഇവിടെ 0 ആക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. എങ്ങനെ 0 ആക്കാം? ദാറ്റ്സ് ഓപ്പറേഷൻ. ഇത് 0 ആക്കുന്നത് ഇത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം. ഈ 1 ആക്കിയ എലമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ റോനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 into 2 2 minus 2 0. ദാറ്റ്സ് ഓപ്പറേഷൻ. റോ 2 gives റോ 2 minus 2 റോ 1. റോ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. റോ 2 minus ദാറ്റ് 0 അല്ലേ? നോക്കാം. 2 എന്താവും? 2 minus 2 into റോ 1 1 then 0. This 1 become 1 minus 2 into 2/5.
That is 1 by 5. 0 become 0 minus 2 into this 1 by 5 minus 2 by 5. That 1 become 1 minus 0 into 2. That is 1 itself. About 2, 1, 0, 1 എന്നുള്ളത് 0, 1 by 5 minus 2 by 5, 1 എന്നാക്കി മാറ്റും. See this 0, 1 by 5 and minus 2 by 5, 1. Okay. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ആ കോളത്തിൽ എലമെൻറ്റ് 0 ആക്കി. ഇനി സെക്കൻഡ് റോ സെക്കൻഡ് കോളം, അതായത് 1 by 5 കിടക്കുന്ന ഈ എലമെൻറ്റ് 1 ആക്കി മാറ്റണം. എങ്ങനെ 1 ആക്കുന്നത്? ഇത് 1 ആക്കുന്നത് ഈ റോനെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലേ? നോക്കി ഈ റോനെ, ദാറ്റ് ഈസ് R2 gives R2 into 5. R2 gives R2 into 5. അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? 0 gives 0 into 5, 0. 1 by 5 gives 1 by 5 into 5, 1. Minus 2 by 5 എന്തായിട്ട് മാറും? Minus 2 by 5 become minus 2 by 5 into 5. That is minus 2. 1 എന്താവും? 1 become 1 into 5, 5. അല്ലേ? അപ്പോൾ ഇതൊക്കെ ചേഞ്ച് ചെയ്യും. എന്താവും? ഇറ്റ് ബിക്കം 0 itself. 1 minus 2 by 5 എന്താവും? minus 2 ആവും. അല്ലേ? അത് minus 2 ആയിട്ട് മാറും. 1 എന്താവും? 5 ആയിട്ട് മാറും. ഇത്രയും ചേഞ്ചസ് അവിടെ സംഭവിച്ചു. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവാൻ പോവുകയാണ്. ഇത് ഇനി എന്ത് ചെയ്യണം? 1 കിട്ടിക്കഴിഞ്ഞാൽ ആ കോളത്തിലുള്ള ബാക്കി എലമെൻറ്റ് 0 ആക്കാം. 2 by 5 0 ആക്കുക. എങ്ങനെയാണ് 2 by 5 0 ആക്കുന്നത്? എന്ത് ഓപ്പറേഷൻ ഉപയോഗിക്കാം? അപ്പോൾ റോ 1 ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈ 1 0 ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് 1 0 ആക്കുന്നത് റോ 2നെ 2 by 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. അല്ലേ? 1നെ 2 by 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 by 5 minus 2 by 5, 0. അതായത് റോ 1 gives റോ 1 minus 2 by 5 into റോ 2. കറക്റ്റ് അല്ലേ ഓപ്പറേഷൻ? നോക്കിയേ അല്ലേ? അപ്പം എന്ത് വരും? ദെൻ 1 become 1 minus 2 by 5 into 0. ചേഞ്ച് ഒന്നുമില്ല, 1 itself. 2 by 5 become 2 by 5 minus 1 into 2 by 5. That is 0. This 1 by 5 become 1 by 5 minus 2 by 5 into minus 2. That is 1. 0 become 0 minus 2 by 5 into 5. That is minus 2. അല്ലേ? 1 2 by 5 1 by 5 0 എന്നുള്ളത് 1 0 1 minus 2ലേക്ക് ചേഞ്ച് ആവും. കൃത്യമായിട്ട് ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാം. സോ 1 ആണ്, അടുത്ത 0 ആണ്, അടുത്ത എലമെൻറ്റ് 1 ആയിട്ട് മാറും. ഇല്ലേ? അടുത്തത് മൈനസ് 2 ആയിട്ട് മാറും. ഓക്കെ, ഇപ്പം നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി കഴിഞ്ഞു. ദാറ്റ് ഈസ് ഓഫ് ദി ഫോം I equal to BA and this is B. ശരിയല്ലേ? ഇതാണ് B കിട്ടുന്നത്. സോ B is A ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus 2 minus 2 pi. ഇതാണ് A ഇൻവേഴ്സ്. A ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഈ പറയുന്നത്. ഞാനിത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിത് ഒറ്റ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത പ്രോബ്ലം കാണിക്കാം. ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു വെരിഫിക്കേഷൻ കൂടെ ആവാം. ഇതാണല്ലോ എ ഇൻവേഴ്സ് കിട്ടിയിരിക്കുന്നത്, ഇതാണല്ലോ. രണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. എ ഇൻറ്റു എ ഇൻവേഴ്സ് 5 to 2 1 and 1 minus 2 minus 2 pi. മൾട്ടിപ്ലൈ എന്ത് വരും? 5 into 1 plus 2 into minus 2 ഇല്ലേ? 5 into minus 2 plus 2 into 5. അതുപോലെ 2 into 1 plus 1 into minus 2. 2 into minus 2 plus 1 into 5. That become 1 0 0 1 identity matrix. Verified. ശരിയല്ലേ? ഇതാണ് ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. That's end of this session. Next topic is the problems on inverse of a matrix using elementary operations.